നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ ചെയ്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ചിലരെങ്കിലും മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുമുണ്ട്. നിർഭാഗ്യവശാൽ ഈ തൊഴിൽ സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരെ വെച്ച് തൊഴിലെടുപ്പിക്കുന്ന, അതായത് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ ദാതാവിന് ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ തീരെ ഇല്ല എന്ന് പറയേണ്ടി വരും. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഇപ്പോൾ ഒരു പുതിയ ചില ബില്ലുകളും മറ്റു കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിനകത്തൊന്ന് പരിശോധിക്കാം. ഏതായാലും തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തൊഴിലുടമകൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഇത് കാണാൻ ശ്രദ്ധിക്കാം. തൊഴിലാളികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ, സുരക്ഷയൊക്കെ മുൻനിർത്തിയുള്ള കർശനമായ നിയമങ്ങൾ കാണുമ്പോൾ ഈ പുതിയ ഈ കോഡില് തൊഴിലുടമയ്ക്ക് അവകാശങ്ങളൊന്നും ഇല്ല എന്നും തൊഴിലാളിക്ക് മാത്രമാണ് എല്ലാ അവകാശങ്ങളും ഉള്ളതെന്നും ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നാം. തൊഴിലുടമകൾക്ക് കനത്ത സാമ്പത്തിക നിയമ ബാധ്യതകൾ മാത്രം നൽകുന്ന രീതിയിലാണ് ഇതിലെ വ്യവസ്ഥകൾ രൂപീകരിച്ചിരിക്കുന്നത് എന്ന ഒരു ആശയം, അത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ആ നിയമവശങ്ങൾ പൂർണ്ണമായി നമ്മളൊന്ന് പരിശോധിക്കണം. സ്ഥാപനങ്ങളിൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയോ അതല്ലെങ്കിൽ സ്ഥാപനം പൂർണ്ണമായി അടച്ചുപൂട്ടുകയോ ചെയ്യുന്നതിന് മുമ്പ് തൊഴിലുടമ സർക്കാരിനെയോ ബന്ധപ്പെട്ട ഔദ്യോഗിക അധികാരികളെയോ മുൻകൂട്ടി അറിയിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ഒരു കണ്ടീഷൻ. മുമ്പ് ഈ നിയമം 100-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കായിരുന്നു ബാധകമെങ്കിൽ പുതിയ ഭേദഗതി അനുസരിച്ച് ഈ പരിധി 300 ജീവനക്കാരായി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 300-ൽ കൂടുതൽ ജീവനക്കാരുള്ള വലിയ സ്ഥാപനങ്ങളിൽ പിരിച്ചുവിടൽ നടപടികൾ നടത്തുന്നതിന് മുമ്പായി സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള മുൻകൂർ അനുമതി വാങ്ങേണ്ടത് നിർബന്ധമാണ്. തൊഴിലാളികളെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസ് കാലാവധി സ്ഥാപനത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് 1 മാസം മുമ്പ് നോട്ടീസ് നൽകിയാൽ മതിയാകും. അതാണ് നിലവിലെ സ്ഥിതി. എന്നാൽ 300-ഓ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന വലിയ സ്ഥാപനങ്ങളാണ് എന്നുണ്ടെങ്കിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് 3 മാസം മുമ്പ് തന്നെ നിർബന്ധമായി നോട്ടീസ് നൽകിയിരിക്കണമെന്നാണ് വ്യവസ്ഥ. തൊഴിലുടമയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഒന്നാണ് തൊഴിലാളികൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരം എന്ന് പറയുന്നത്. ഈ സ്ഥാപനങ്ങൾ പൂട്ടേണ്ടി വരുന്ന സാഹചര്യം നമുക്കറിയാലോ. ഒരു നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഈ തൊഴിലാളികൾക്ക് ശമ്പളം പോലും കൊടുക്കാനോ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോഴാണ് ഈ സ്ഥാപനങ്ങൾ പൂട്ടുന്നത്. പക്ഷെ ആ സമയത്ത് അവരുടെ ഉള്ളതും കൂടി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനെയും കൂടി ജപ്തിയിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളാണ് ഇവിടെ നമുക്ക് ഉണ്ടാക്കി വീണ്ടും തലയ്ക്കുമീതെ വെച്ച് തരുന്നത് കണ്ടാൽ തോന്നിപ്പോകും. നോട്ടീസ് നൽകുന്നതിന് പുറമെ പിരിച്ചുവിടപ്പെടുന്ന തൊഴിലാളികൾക്ക് കൃത്യമായ സാമ്പത്തിക നഷ്ടപരിഹാരം നൽകാനും തൊഴിലുടമയ്ക്ക് നിയമപരമായ ബാധ്യതയുണ്ട് എന്നതാണത്. ഒരു തൊഴിലാളി ആ സ്ഥാപനത്തിൽ തുടർച്ചയായി ജോലി ചെയ്ത ഓരോ വർഷത്തിനും 15 ദിവസത്തെ ശരാശരി വേതനം എന്ന നിരക്കിലാണ് ഈ നഷ്ടപരിഹാര തുക കണക്കാക്കി നൽകേണ്ടത്. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്തിനാണ് ഇത് എന്നാണ്. ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുമ്പോൾ അത് പീസ് വർക്കായാലും കരാറായാലും ഇനിയല്ല ദിവസക്കൂലിയാണെന്നുണ്ടെങ്കിലും ഇത്ര രൂപ കൂലി എന്ന് നിശ്ചയിച്ചിട്ടാണ് അവിടെ പണിയെടുക്കുന്നത്. ആ കൂലി വളരെ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് വാങ്ങി അത് കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനം പൂട്ടേണ്ട സാഹചര്യം വരുമ്പോൾ നിർബന്ധിച്ചിത്ര കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് പിടിച്ചുപറിയാണ് അല്ലെങ്കിൽ കൊള്ളയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ തോന്നലാണ്. ഇനി അതല്ല, അവരൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ പണിഞ്ഞിരുന്നവരല്ലേ, കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, എന്തെങ്കിലും അവരെ സഹായിക്കാം, മറ്റൊരു തൊഴിൽ കിട്ടുന്നത് വരെ അവർക്ക് സഹായമാവുമല്ലോ എന്ന് കരുതിയിട്ട് തൊഴിലുടമയാണ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് കഴിയുന്നത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മര്യാദ എന്നും വിളിക്കാം. കുറെ എണ്ണത്തിന് തൊഴിൽ കൊടുത്ത് ശമ്പളം കൊടുത്ത് അവരുടെ കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന ആ തൊഴിലുടമയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ് വർക്കേഴ്സ് റീസ്കില്ലിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. പുതിയ നിയമപ്രകാരം തൊഴിലുടമകൾ ഈ ഫണ്ടിലേക്ക് സാമ്പത്തിക വിഹിതം അടയ്ക്കണം. പിരിച്ചുവിടപ്പെടുന്ന ഓരോ തൊഴിലാളിയുടെയും 15 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുകയാണ് തൊഴിലുടമ സ്വന്തം കയ്യിൽ നിന്നും ഈ ഫണ്ടിലേക്ക് നിർബന്ധമായി നിക്ഷേപിക്കേണ്ടത്. തൊഴിലുടമയ്ക്ക് സ്വന്തം സ്ഥാപനം എപ്പോൾ വേണമെങ്കിലും നിർത്തലാക്കാനുള്ള സ്വാതന്ത്ര്യം പോലും പരിമിതപ്പെടുത്തുന്നതാണ് അടച്ചുപൂട്ടലുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഒരു സ്ഥാപനം പൂർണ്ണമായും അടച്ചുപൂട്ടാൻ ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിലും കടുത്ത നിയമ നടപടികൾ പാലിക്കേണ്ടതുണ്ട്. സ്ഥാപനം പൂട്ടാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ അതിനുള്ള വ്യക്തമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് കുറഞ്ഞത് 60 ദിവസം മുമ്പെങ്കിലും സർക്കാരിന് മുൻകൂർ നോട്ടീസ് സമർപ്പിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഈ നോട്ടീസിന്റെ പകർപ്പ് തൊഴിലാളികളുടെ പ്രതിനിധികൾക്ക് നിർബന്ധമായി കൈമാറേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നിയമപരമായ ഈ പുതിയ ലേബർ കോഡ് വ്യവസ്ഥകൾ പരിശോധിക്കുമ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കച്ചവടം നടത്തുന്ന തൊഴിലുടമയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ നിയന്ത്രണങ്ങളുണ്ട് എന്നും എല്ലാ സുരക്ഷയും ആനുകൂല്യങ്ങളും തൊഴിലുടമകൾക്ക് മാത്രമായി നിശ്ചയിച്ചിരിക്കുകയാണ് എന്നും വ്യക്തമാകുന്നുണ്ട്. തൊഴിലുടമകൾ ജീവനക്കാരെ നിയമിക്കുന്നതിനും അവർക്ക് ജോലി നൽകുന്നതിനും മുമ്പ് തങ്ങൾക്ക് വരാവുന്ന ഇത്തരം വലിയ ബാധ്യതകളെ കുറിച്ച് കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ട് വേണം തുടങ്ങാൻ. അതായത് ജോലി സ്ഥാപനം തുടങ്ങിയാൽ കുറെ തൊഴിലാളികൾ വരും, അതിന്റെ യൂണിയൻ നേതാക്കൾ വരും, മറ്റുള്ളവർ വരും. അവരെല്ലാം കൂടെ നാളെ ഇയാളെ കെട്ടിത്തൂക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥയും കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം
ഏതൊരു സ്ഥാപനം തുടങ്ങാൻ എന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.